Hello my dear plant lovers, welcome back to my YouTube channel Nature Diary. എൻ്റെ പേര് വിഘ്നേഷ്. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ മഴയൊക്കെ തോന്ന് അന്തരീക്ഷമൊക്കെ തെളിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയല്ലേ. അപ്പോൾ ഇങ്ങനെ മഴ തോന്നിയിരിക്കുന്ന ഒരു സമയത്താണ് കൂടുതലായിട്ടും ഇൻസെക്റ്റ് വന്ന് നമ്മുടെ ഓർക്കിഡ് പൂക്കളെ നശിപ്പിക്കുന്നതും അത് കണക്ക് തന്നെ പുതിയതായിട്ട് വരുന്ന കിക്കീസ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ച തൈകൾ നശിപ്പിക്കുന്നതും അത് കണക്ക് തന്നെ നമ്മുടെ പുതിയ മുട്ടുകൾ നശിപ്പിക്കുന്നതും പിന്നെ നമ്മുടെ ഓരോ വിളകൾ നശിപ്പിക്കുന്നതും ഒക്കെ ഈ ഒരു മഴ ഇങ്ങനെ വന്ന് അങ്ങോട്ട് വരുന്ന ഒരു സമയത്ത് ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ ആയിരിക്കും ഇതേ കണക്കുള്ള ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് നല്ല രീതിയിൽ നാച്ചുറലായിട്ട് തന്നെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പം പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും ഒക്കെ നമുക്കിന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നാച്ചുറലായിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഒട്ടും പൈസ ചിലവില്ലാതെ, ചിലവുണ്ടെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ചിലവുണ്ട്, പക്ഷെ അത്രയ്ക്കുമില്ല, നമുക്ക് എളുപ്പം തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു പെസ്റ്റിസൈഡ്, നമ്മുടെ ഇൻസെക്ടിസൈഡ് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ചെറിയ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് കണ്ടോ, ഇതെൻ്റെ ഡെൻഡ്രൂബിയത്തിൻ്റെ പ്ലാന്റ് ആണ്. കണ്ടോ, എല്ലാം ഓർക്കിഡാണ്. നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ ഈ സമയത്താണ് ഇതിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ട് കണ്ടോ പ്ലാന്റ് ഇൻസെക്റ്റ് വന്ന് നീരൂറ്റി കുടിച്ചിട്ട് പോകുന്നത് കണ്ടോ. ഇവിടെ ഒരു കറുത്തിരിക്കുന്നുണ്ടോ, അത് അതിൻ്റെ ആ നീരൂറ്റി കുടിച്ചതിൻ്റെ ഈ കറുത്തിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് അങ്ങ് നീരൂറ്റി കുടിച്ചിട്ട് പോവുക അതിൻ്റെ കണ്ടോ. ഇതൊക്കെ ഇത് കണ്ടോ, ഈ പ്ലാന്റ് ഈ പൂ വിരിഞ്ഞപ്പോൾ അതിനൊരു കറക്റ്റ് സ്ട്രക്ചർ വരാത്ത കണ്ടോ. ആ പൂവിൻ്റെ എന്തൊക്കെയോ വന്നാൽ ഇവിടെ ഇതൊക്കെ തിന്ന് തീർത്ത് കണ്ടോ. അതാണ് ആ ഒരു പൂവിൻ്റെ കറക്റ്റ് ആ ഒരു സ്ട്രക്ചർ നമുക്ക് വരത്തില്ല. അത് ഈ ഇൻസെക്റ്റ് വന്ന് ഈ പൂ വിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ ഒരു ലാർവ കണക്കുണ്ട്, ഈ പുഴുവിൻ്റെ ടൈപ്പ് ലാർവ, ആ ലാർവ വന്ന് ഇങ്ങനെ തിന്നങ്ങ് തീർക്കുക കണ്ടോ. ഇത് ഇവിടെ കണ്ടോ, അതൊക്കെ തിന്നങ്ങ് തീർത്ത് അങ്ങനെ തിന്ന് തീർക്കും. അങ്ങനെ കണ്ടോ ഈ സ്പൈക്കിൻ്റെ പകുതിയോളം മുട്ടുകൾ ഈ ലാർവകൾ വന്നങ്ങ് തിന്ന് തീർക്കുക. അപ്പം ഞാൻ ഇവിടെയൊക്കെ കുറച്ച് പൂക്കൾ നിർത്തിയിട്ടുണ്ട്, ഇവിടെ കുറച്ച് പൂക്കളൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുമൊക്കെ ഇടയ്ക്ക് ഈ കുഞ്ഞു കുഞ്ഞു ലാർവ ടൈപ്പ് പുഴുക്കൾ നിൽക്കുന്നതാണ്. നമുക്ക് അതിനകത്ത് ചെറിയ കുഞ്ഞു കുഞ്ഞ് മോർത്ത് കണക്ക് ലാർവകൾ, അതിനെ എടുത്ത് കളയുമ്പം നമുക്ക് കാണാം അതിനെ. അങ്ങനെ താണ്ട എൻ്റെ ഇവിടെ ഈ ഓർക്കിഡിൻ്റെ പൂക്കളെല്ലാം തിന്ന് തീർത്ത്. അങ്ങനെ തന്നെ ഇത് കണ്ടോ, എൻ്റെ ഒരു ഫെലനോപ്സിസിൻ്റെ സ്പൈക്കായിരുന്നു, സ്പൈക്ക് വന്ന പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഞാനൊന്ന് എടുത്ത് നമ്മുടെ ഇങ്ങോട്ട് ഈ സ്റ്റാൻഡിലോട്ടൊന്ന് വെച്ച്, ഞാനിവിടെ ഓർക്കിഡ് സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡാട്ടോ. അപ്പോൾ ഈ സ്റ്റാൻഡിലോട്ടൊന്ന് വെച്ചതായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ കണ്ടോ ആ സ്പൈക്കിൻ്റെ അറ്റം തിന്നങ്ങ് തീർത്ത് അത് എന്നിട്ട് ഇത് കണ്ടോ സ്പൈക്ക് ഓരോന്നോരോന്നായിട്ട് തിന്നുന്നുണ്ടോ. ഇതൊക്കെ അതിൻ്റെ പണിയാണ്. ആ മോർത്ത് വന്ന് ഒച്ചല്ല കേട്ടോ, ഒച്ച നമ്മുടെ ഗാർഡനിൽ നിന്ന് ഞാൻ എപ്പോഴേ ഓട്ടിച്ച് കളഞ്ഞത്, ഒച്ചല്ല, ഒരു ലാർവയാണ് കണ്ടോ. ആ ലാർവ വന്ന് ഇത് തിന്ന് തീർത്തേക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കടിച്ചങ്ങ് തീർത്ത്, ഇതിവിടെ എല്ലാം അത് കണക്ക് തിന്നങ്ങ് തീർത്ത്. അങ്ങനെ എൻ്റെ ഈ ഒരു സ്പൈക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ലാർവ അങ്ങ് തിന്നങ്ങ് തീർത്ത്, ഇവിടെ കടിച്ചങ്ങ് എടുത്ത് കണ്ടോ. അപ്പം ഇതേ കണക്ക് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇത് കണക്ക് ലാർവകൾ വന്ന് നമ്മുടെ ഓർക്കിഡുകൾക്ക് ഉണ്ടാകുന്ന സ്പൈക്കുകൾ ഇത്രയങ്ങ് മുറിച്ചങ്ങ് തിന്നും ചെടി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നശിപ്പിക്കും. ഒച്ചാണെങ്കിൽ സെയിം രീതിയിൽ, പക്ഷേ ഒച്ചിനെ തുരത്തുന്ന ഞാൻ ഓൾറെഡി ഒച്ചിനെ ഇവിടുന്ന് എൻ്റെ ഗാർഡനിൽ നിന്നകത്ത് ഓട്ടിച്ചിട്ടേക്കുക. അപ്പോൾ ഒച്ചിനെ തുരത്തുന്ന പറ്റിയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ ഈ ഒരു ഇൻസെക്ടിസൈഡോ ഉണ്ടാക്കാനായിട്ട് ആദ്യം ആവശ്യമുള്ളത് ഇത് കണക്കുള്ള കുറച്ച് വെളുത്തുള്ളി. നമ്മുടെ വെളുത്തുള്ളിയാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഈ വെളുത്തുള്ളി ഇങ്ങനെ എടുത്തിട്ട് ഒരു 5-6 മതി കേട്ടോ. ഒരു 4-5 ഉള്ളി എടുത്തിട്ട് നമ്മൾ തൊലി കളയേണ്ട ആവശ്യമില്ല, അതേ കണക്ക് തന്നെ എടുത്ത് വേണമെങ്കിൽ ഒന്ന് കഴുകിക്കോ, അല്ലെങ്കിൽ ആവശ്യമില്ല. നമ്മളിങ്ങനെ കുഞ്ഞു വെളുത്തുള്ളി എടുത്തിട്ട് നമ്മളെന്തോ ചെയ്യാം, ഇത് നമുക്ക് ഒരു ഇടികല്ലോ എന്തെങ്കിലും മിക്സിക്കകത്തോ ഇടുക. ഇപ്പം ഞാനിവിടെ ഇടികല്ല എടുത്തിട്ടുള്ളത്. ചുമ്മാ മിക്സി ഒരു ചെറുതായിട്ട് അരയ്ക്കുന്നതിന് അരയ്ക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. മിക്സി കേടാക്കണ്ടല്ലോ, നമുക്ക് ചുമ്മാ ഇതെടുത്താൽ പോലെ.
അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയിലുള്ളതെന്ന് പറയുമ്പോൾ ധാരാളമായിട്ട് ഒരു അസിഡിക് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ മോർത്തുകൾക്കും അതേണക്ക് തന്നെ നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ നമ്മൾ ഇൻസെക്റ്റുകൾക്കും ഒച്ചുകൾക്കും വെളുത്തുള്ളി ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഉപകാരമാണ്. കാരണം നമ്മുടെ ഒച്ചുകൾക്കും അതിനൊക്കെ തന്നെ പാമ്പും ചേരകൾക്കും ഒക്കെ ഒരു ഇതാണ് വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി ഉപയോഗിക്കാൻ നമുക്ക് നല്ല രീതിയിലുള്ള ഇതാണുള്ളത്. അപ്പം ബാക്കിയുള്ള ഇൻസെക്ടിസൈഡുകളും എഫക്റ്റീവ് അല്ലെന്നല്ല പറയുന്നത്, അതും എഫക്റ്റീവാണ്. അപ്പോൾ ഇതും കൂടെ യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി എഫക്റ്റ് ആയിരിക്കും, അതാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളങ്ങ് കെമിക്കലാക്കി കഴിഞ്ഞാൽ അത് നമുക്കും ദോഷമാണ് ചെടികൾക്കും ദോഷമാണ്. അപ്പോൾ നമ്മൾ വല്ലപ്പോഴെങ്കിലും ഒരു നമ്മുടെ നോർമൽ നാച്ചുറലായിട്ടുള്ളൊരു ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ് കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ ഈ വെളുത്തുള്ളി പെസ്റ്റിസൈഡ് ഒന്ന് വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതാണ്ട് ഇത് കണക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം വെളുത്തുള്ളിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പ്ലാന്റുകൾക്ക് അത്രയ്ക്ക് ഒരു ദോഷമൊന്നുമില്ല. അത് കണക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പാമ്പും ചേരയൊക്കെ ഓടിപ്പോകും. അത് കണക്ക് തന്നെ ഇൻസെക്റ്റും വരില്ല, ഒച്ചും വരത്തില്ല ഒരിക്കലും ഇതിനകത്തോട്ട്. കാരണം ഒച്ചുകൾക്ക് ഇത് അലർജിയാണ്. ഒച്ചുകൾക്ക് തീരെ തന്നെ ഒരു ഇഷ്ടമല്ലാത്ത ഒരു പ്ലാന്റ് ഒരിതാണ് ഇത് നമ്മുടെ വെളുത്തുള്ളി. അതുകൊണ്ട് ഒച്ചു പോലും ഇതിനടുത്തോട്ട് വരത്തില്ല. നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ വേറൊരു ഐറ്റം കൂടി ആഡ് ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞൾപ്പൊടി. അപ്പം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒരു കുറച്ച് ഒരു 5 ഗ്രാമും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 5 ഗ്രാം മതി കേട്ടോ, അര സ്പൂൺ പോലും വേണ്ട, വെറും ഒരു 5 ഗ്രാം മതി മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 5 ഗ്രാം എടുത്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി 5 ഗ്രാം മതി. എല്ലാം നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇച്ചിരിയെങ്കിലും കൂടിപ്പോയാൽ നമുക്ക് പ്ലാന്റിന് ഇച്ചിരി പണിയാണ് കേട്ടോ, അതുകൊണ്ട് കൂടിപ്പോരുത്. അപ്പോൾ അതുകൊണ്ട് കൂടാതെ കുറയ്ക്കണം കേട്ടോ. അതായത് നല്ല രീതിയിൽ കൂടിപ്പോയാൽ നമ്മുടെ പ്ലാന്റിനെ ഇത് ബാധിക്കും. പ്ലാന്റിന് ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് ഇച്ചിരി വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചതച്ചെടുക്കാം. നമുക്ക് ഒരു പാത്രം ഇതേണക്ക് എടുത്തിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചങ്ങെടുക്കാം. നമുക്കിനി ഇതൊന്ന് അരിച്ചൊന്ന് എടുക്കാം. അപ്പം ഇതിനകത്ത് ഇതേ കണക്ക് ഉള്ളി ചതഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതാട്ടോ നമ്മൾ അരിച്ചെടുത്തത്. അപ്പോൾ അതങ്ങ് അരിച്ചെടുക്കാം. അപ്പം ഇതേ കണക്കൊരു അരിച്ചെടുക്കാം. അപ്പം അതായത് ഇതേ കണക്കൊരു മഞ്ഞ സൊല്യൂഷനായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഒരു മഞ്ഞ വെള്ളം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഇതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മുടെ വെളുത്തുള്ളിയുടെ നല്ല രീതിയിലുള്ള സത്തും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെ നമുക്കിനി ഒരു ലിറ്റർ സ്പ്രെയറിലോട്ട് ഇട്ടിട്ട് 3/4 ഭാഗത്തോളം ഒരു വെള്ളം ഒഴിച്ച് നല്ല ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പ്ലാന്റുകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതാണ്ട് ഇതിനൊക്കെ സ്പ്രെയറിനകത്തോട്ട് 3/4 ഭാഗത്തോളം 1/4 ഭാഗത്തോളം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് അരച്ച് സത്താക്കി വെച്ചേക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയുടെ ആ ഒരു നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളതങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇതൊന്ന് മിക്സാക്കി ഒന്ന് കലക്കി കൊടുത്തിട്ട് നമുക്കിനി ഇത് പ്ലാന്റ്സുകളുടെ ചോട്ടിലായിട്ട് പ്ലാന്റ്സ് വെച്ചേക്കുന്നതിൻ്റെ ചുറ്റിനും
പ്ലാന്റ്സിലും ഒക്കെ നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ പ്ലാന്റ്സ് വീഴുന്നതുകൊണ്ട് അധികം പ്രോബ്ലം ഒന്നുമില്ല, കാരണം ഇതൊരു നല്ല ഒരു ഗ്രോത്തിങ് ഹോർമോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അതും കൂടി ഒരു പ്ലാന്റ്സിനും ഇൻഫെക്ഷൻ ഉണ്ടാകത്തില്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ. അത്രയ്ക്ക് വളരെ നല്ലൊരു 100% നല്ല രീതിയിലുള്ള നാച്ചുറലായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ് നമ്മുടെ ഈ ഒരു ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ വെളുത്തുള്ളിയുടെ ഈ ഒരു പെസ്റ്റിസൈഡ്. അപ്പോൾ ഇതെങ്ങനെ പ്ലാന്റ്സുകൾക്ക് കൊടുക്കാമെന്നും കൂടി നോക്കാം. അപ്പോൾ നമുക്കിത് പ്ലാന്റ്സുകളുടെ ഇവിടെ ഇരിക്കുന്നതിൻ്റെ പ്ലാന്റ്സുകളുടെയൊക്കെ ഷോർട്ടിലായിട്ടൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ല ഇതിലൊന്ന് പ്രഷർ കൊടുത്താലേ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഈ ബെഞ്ചിലൊക്കെ ഇവിടെയൊക്കെ ഞാനൊന്ന് ഒഴിക്കുന്നുണ്ട്, കാരണം ആ ഒരു ഫ്ലവറിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ കൊടുക്കാം. ഇവിടെയൊക്കെ അത് കണക്ക് തന്നെ ഈ ഒരു പെസ്റ്റിസൈഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വെറ്റിംഗ് ഏജൻറ്റും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെറ്റിനറും കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ വെറ്റിംഗ് ഏജൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അറിയാത്തവർക്ക് ആ വെറ്റിംഗ് ഏജൻറ്റിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, ആ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് ആ വീഡിയോയും കൂടി ഒന്ന് കാണണം. അപ്പം എന്താണ് ഈ വെറ്റിംഗ് ഏജൻറ്റ് എന്നൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് കണക്ക് ഇവിടെ എല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി അങ്ങ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇനി ഈ ഇൻസെക്റ്റ് ഒന്നും നമ്മുടെ സ്പൈക്കുകളായിക്കോട്ടെ മുട്ടുകളായിക്കോട്ടെ ഒന്നിലും വന്ന് നശിപ്പിക്കത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഇൻസെക്ടിസൈഡിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എളുപ്പമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇൻസെക്ടിസൈഡാണ് നമ്മുടെ ഈ ഒരു വെളുത്തുള്ളി വെച്ചുള്ള ഇൻസെക്ടിസൈഡ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത്. അപ്പോൾ ഇനിയും നമ്മുടെ കണക്കുള്ള പുതിയ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള ചാനലാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ എപ്പോഴും ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ മിസ് ചെയ്യാതെ എപ്പോഴും നോക്കിക്കോളാം. ഇനി നമ്മൾ വീഡിയോസ് ഡെയിലി അപ്ഡേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ കണ്ട് തീരുന്നവർ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് വന്നെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.